ഹലോ ഓൾ, വെൽക്കം ടു മൈ ചാനൽ ലോസ്റ്റ് ഇൻ ലിറ്ററേച്ചർ. സോ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡ്രീം പ്ലേ ബൈ ഓഗസ്റ്റ് സ്ട്രിൻബർഗ്. സ്ട്രിൻബർഗ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രൊമിനൻറ്റ് പ്ലേ റൈറ്റ് ആൻഡ് നോവലിസ്റ്റ് ആണ്. ആൻഡ് ഒരുപാട് ഇൻഫ്ലുവൻഷ്യൽ കോൺട്രിബ്യൂഷൻ ആൾ മോഡേൺ തിയേറ്ററിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ലൈക്ക് ടെക്നിക്സ് ലൈക്ക് നാച്ചുറലിസം, റിയലിസം, എക്സ്പ്രഷനിസം, ഇതൊക്കെ ആളെ റിലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നതാണ്. ആൻഡ് ഒരു ഹീ സെലിബ്രേറ്റ് ആസ് എ പൈനിയർ ഓഫ് എക്സ്പ്രഷനിസം, which is a movement that focuses on depicting inner emotions and subjective experience rather than objective reality. അപ്പോൾ ഒരു ഒബ്ജക്റ്റീവ് റിയാലിറ്റി കാണിക്കുന്നതിന് പകരം സബ്ജക്റ്റീവ് എക്സ്പീരിയൻസും ഇന്നർ ഇമോഷൻസിനൊക്കെ എന്താ പറയുക ഡെപിക്റ്റ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് മൂവ്മെൻ്റ് ആണ് എക്സ്പ്രഷനിസം എന്ന് പറയുന്നത്. നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. ആൻഡ് ആ ഒരു എക്സ്പ്രഷനിസ്റ്റ് തിയേറ്ററിലോട്ട് വൺ ഓഫ് ഹിസ് മേജർ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു വർക്കാണ് എ ഡ്രീം പ്ലേ, വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ 1902 ആൻഡ് അത് ഫസ്റ്റ് പെർഫോം ചെയ്തത് 1907 ആൻഡ് ഇതിനകത്ത് 14 സീൻസ് ആണുള്ളത്. ദാറ്റ് ഫ്ലോസ് ഇൻ ഡ്രീം ലൈക്ക് സീക്വൻസ്. ഡ്രീം പ്ലേ എന്നാണ് പറഞ്ഞത്, അപ്പോൾ ഡ്രീം ലൈക്ക് സീക്വൻസിലാണ് അത് പോകുന്നതും. ആൻഡ് it challenges the traditional narrative conventions. ആ ഒരു ട്രഡീഷണൽ നറേറ്റീവ് കൺവെൻഷനെ ചാലഞ്ച് ചെയ്യുന്നുണ്ടെന്ന് പറയാണ്. ആൻഡ് ഇറ്റ് ക്യാൻ ബി കൺസിഡർ എസ് എ പ്രീകേഴ്സർ ടു സർറിയലിസം. ഡ്രമാറ്റിക് സർറിയലിസത്തിന് ഒരു പ്രീകേഴ്സറായിട്ട് നമുക്ക് ഈ ഒരു ഡ്രാമേനെ കൺസിഡർ ചെയ്യാം. ഓക്കെ. ആൻഡ് ഈ ഒരു പ്ലേയിനകത്ത് കാണുന്നത് ലൈക്ക് അത് തുടങ്ങുന്നത് തന്നെ ആഗ്നസ് എന്ന് പറയുന്ന ഒരു ഷീ ഈസ് കോൾഡ് ആസ് ദ ഡോട്ടർ ഓഫ് ഇന്ദ്ര, വേദിക് ഗോഡായിട്ടുള്ള ഇന്ദ്രയുടെ മകളായിട്ടുള്ള ആഗ്നസ് ഈ ഏർത്തിലോട്ട് വരുന്ന ഒരു കാര്യം പറഞ്ഞിട്ടാണ്. സോ ഏർത്തിലോട്ട് വരുന്നത് എന്തിനായിരുന്നു? ഹ്യൂമൻ സഫറിങ്സ് അല്ലെങ്കിൽ ഓർഡിനറി ഹ്യൂമൻസിന്റെ സഫറിങ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. ആൻഡ് ഈ ഒരു പ്ലേനെ സ്ട്രിൻബർഗ് കൺസിഡർ ചെയ്യുന്നത് ദ മോസ്റ്റ് ബിലൗഡ് പ്ലേ എന്നാണ് ആൾ വിളിക്കുന്നത്. ദ മോസ്റ്റ് ബിലൗഡ് പ്ലേ ആൻഡ് ദ ചൈൽഡ് ഓഫ് മൈ ഗ്രേറ്റസ്റ്റ് പെയിൻ എന്നാണ്. അപ്പോൾ ഇത് എഴുതുന്ന സമയത്ത് അയാൾ ഒരുപാട് ട്രോമസിലൂടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. സോ ഹി കൺസിഡർ ദിസ് പ്ലേ ആസ് ദ ചൈൽഡ് ഓഫ് ഹിസ് ഗ്രേറ്റസ്റ്റ് പെയിൻ ആൻഡ് മോസ്റ്റ് ബിലൗഡ് പ്ലേ എന്നാണ് ആളതിനെ പറയുന്നത്. ആൻഡ് ഈ ഒരു പ്ലേ ആദ്യം അത് എഴുതിയിട്ടുണ്ടായിരുന്നത് സ്വീഡൻ ആണല്ലോ, അപ്പോൾ സ്വീഡിഷ് ലാംഗ്വേജിലായിരുന്നു. ഇൻ ദ നെയിം എറ്റ് ഡ്രോംസ്പെൽ, ETTDROMSPEL, എറ്റ് ഡ്രോംസ്പെൽ എന്ന് പറയുന്നൊരു ടേം ആയിരുന്നു അതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു പ്ലേനെ ആള് ഫ്രഞ്ചിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനെ ഇടാൻ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്ന നെയിം എന്ന് പറയുന്നത് റെവറി എന്നായിരുന്നു, വിച്ച് മീൻസ് ഡേ ഡ്രീം. അപ്പോൾ ഹ്യൂമൻ അൺഹാപ്പിനെസ്, മീനിങ്ലെസ്നെസ് ഓഫ് ലൈഫ്, മെറ്റീരിയലിസം, ക്ലാസ് സ്ട്രഗിൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കൂടുതൽ കാണുന്നത്. വി ക്യാൻ സീ ദ പാരഡോക്സ് ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ് ഇൻ ദിസ് പ്ലേ. ആൻഡ് ഈ ഒരു പ്ലേ ആളിനെ പറഞ്ഞല്ലോ, ആള് ഒരുപാട് ട്രോമയൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരുന്ന സമയത്തൊക്കെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. റിക്കവർ ചെയ്യുന്ന ഒരു സമയത്ത്, ആ ഒരു നിയർ സൈക്കോട്ടിക് എപ്പിസോഡ് ഇൻ ഹിസ് ലൈഫിനെ റിക്കവർ ചെയ്യുന്ന സമയത്താണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അതൊരു എന്താ പറയുക ചൈൽഡ് ഓഫ് മൈ ഗ്രേറ്റസ്റ്റ് പെയിൻ എന്നാണ് വിളിക്കുന്നത്, മോസ്റ്റ് ബിലൗഡ് പ്ലേ എന്നൊക്കെ വിളിക്കുന്നത്. ബിക്കോസ് ഇറ്റ് ഹാസ് മോസ്റ്റ് പേഴ്സണൽ ടച്ച് വിത്ത് ഹിം. ആൻഡ് ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ആഗ്നസ്, ദെൻ അവിടെ വേദിക് ഗോഡായിട്ടുള്ള ഇന്ദ്രയുണ്ട്, ദെൻ ഒരു ഓഫീസറുണ്ട്, ലോയറുണ്ട്, പോയറ്റ് ഉണ്ട്. ഇവരാണ് മെയിൻ ആയിട്ടുള്ള ആൾക്കാർ. ഇവരല്ലാതെ ദ ഫാദർ, മദർ, ചൈൽഡ്, വൈഫ്, ഹസ്ബൻഡ്, യങ് മാൻ, ഓൾഡ് മാൻ, മാസ്റ്റർ ഓഫ് ക്വാറന്റൈൻ, ദ ടീച്ചർ, ദ ബ്ലൈൻഡ്, ദ മെഡിസിൻ, ദ തിയോളജി, ദ ഫിലോസഫി എന്ന് പറഞ്ഞ ഒരുപാട് ക്യാരക്ടേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മോസ്റ്റ്ലി ഇതിനകത്ത് ഇപ്പം ആഗ്നസിനെ ആണെങ്കിൽ നമ്മൾ ആഗ്നസ് എന്നല്ല വിളിക്കുന്നത്, ദ ഡോട്ടർ എന്നാണ് വിളിക്കുന്നത്. അപ്പം ആ ആൾക്കാരുടെ നെയിം യൂസ് ചെയ്യുന്നതിന് പകരം അവിടെ ഇങ്ങനത്തെ ടേംസ് യൂസ് ചെയ്യുന്ന ഒരു സംഭവം നമുക്ക് പിരന്റലോയിലൊക്കെ കാണാൻ പറ്റുന്ന പോലത്തെ ഒരു കാര്യം ഇവിടെയും കാണാൻ പറ്റും. ആൻഡ് ഇതൊരു എക്സ്പ്രഷനിസ്റ്റിക് പ്ലേ ആണെന്ന് പറയാൻ കാരണം എന്താ, ഒരു ആൻറ്റി റിയലിസ്റ്റിക് സംഭവമാണ് ഈ എക്സ്പ്രഷനിസ്റ്റിക് പ്ലേ എന്ന് പറയുന്നത്. അതിനകത്ത് ഗട്ട്സി ഡയലോഗ്, ബോൾഡ് ആയിട്ടുള്ള എക്സാജറേറ്റ് ആയിട്ട് സീനറി, പിയേഴ്സിങ് സൗണ്ട്, ബ്രൈറ്റ് ലൈറ്റ്, ഒരു അബൻഡൻസ് ഓഫ് പ്രൈമറി കളേഴ്സ് ഒക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഒരു അൺറിയലിസ്റ്റിക് ഒരു ഓറയും ലൈറ്റിങ് അവിടെ ഉണ്ടാവും. ഒരു ഡ്രീം ലൈക്ക് അറ്റ്മോസ്ഫിയർ ആയിരിക്കും, അൺകൺവെൻഷണൽ സെറ്റിംഗ് ആയിരിക്കും, ഒരുപാട് ഷേപ്സ് ആൻഡ് സെൻസേഷണൽ കളർ, ബിസാർ ആയിട്ടുള്ള കളറും സെൻസേഷണൽ ഷേപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു കണക്ഷൻ ഇല്ലാത്ത പ്ലോട്ടായിരിക്കും. ദെൻ നെയിംലെസ് ആയിട്ടുള്ള ഡെസിഗ്നേഷൻസും ടൈപ്സ് ഓഫ് ക്യാരക്ടേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ദെൻ പോയറ്റിക്കൽ ആൻഡ് റപ്സോഡിക് ആയിട്ടുള്ള ലാംഗ്വേജ് ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എക്സ്പ്രഷനിസ്റ്റ് പ്ലേനെ കുറിച്ച് പറയുന്നത്. ആൻഡ് ഓനീലിനെ പോലത്തെ ആൾക്കാർ, യൂജീൻ ഓനീലിനെ പോലത്തെ ആൾക്കാരൊക്കെ സ്ട്രിൻബർഗിന് ഒരുപാട് ഇൻഫ്ലുവൻസ് എടുത്തിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ് ആ ഒരു എക്സ്പ്രഷനിസ്റ്റ് പ്ലേയൊക്കെ എഴുതാൻ വേണ്ടിയിട്ട്. ആൻഡ് ആള് ഓനീൽ സ്ട്രിൻബർഗിനെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ദ മോസ്റ്റ് മോഡേൺ ഓഫ് മോഡേൺസ് എന്ന് പറഞ്ഞിട്ടായിരുന്നു. Just like how he mentions in his prologue, everything can happen, everything is possible and probable. അങ്ങനെ ആ ഒരു പ്രൊലോഗിനകത്ത് ആൾ ഈ ഒരു എക്സ്പ്രഷനിസ്റ്റിക് പ്ലേ അല്ലെങ്കിൽ ഡ്രീം പ്ലേനെ കുറിച്ച് പറയുന്നതാണ്. എന്തും അവിടെ നടക്കാം, എല്ലാം പോസിബിൾ ആണ്, എല്ലാം പ്രോബബിൾ ആണ് എന്നാണ് പറയുന്നത്. ഇവിടുത്തെ ക്യാരക്ടർ സ്പ്ലിറ്റ് ആവാം, ഡബിൾ ആവാം, മൾട്ടിപ്ലൈ ആവാം, ഇവോപ്പറേറ്റ് ചെയ്യാം, കണ്ടൻസ് ചെയ്യാം, ഡിസ്പേഴ്സ് ചെയ്യാം, അസംബിൾ ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ ഒരു റൂൾസും കാര്യങ്ങളൊന്നും ഇല്ല. ഇതൊരു ഡ്രീം പോലത്തെ ഒരു സംഭവമാണ്. അവിടെ സീക്രറ്റ്സ് ഇല്ല, ഇല്ലോജിക്കാലിറ്റീസ് ഇല്ല, ലോസ് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്.
അതൊക്കെ തന്നെയാണ് നമുക്ക് ഇവിടെയും കാണുന്നത്. ഒരു കൈൻഡ് ഓഫ് കണക്ഷൻ നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റില്ല. ആൻഡ് കമ്മിങ് ഇൻ ടു ദ പ്ലോട്ട് ഓഫ് ദിസ് പെർട്ടിക്കുലർ പ്ലേ, നമുക്ക് കാണുന്നത് ഫസ്റ്റ് ആഗ്നസ്, ദ ഡോട്ടർ ഓഫ് ഇന്ദ്ര, വേദിക് ഗോഡ് ഇന്ദ്ര, ഗോഡിനോട് സംസാരിക്കാൻ. ഗോഡിന്റെ സൗണ്ട് മാത്രമേ നമുക്ക് കേൾക്കുന്നുള്ളൂ, വേറെ നമുക്ക് കാണാനൊന്നും പറ്റില്ല. അപ്പം ആ ഒരു ഗോഡ് നമ്മളെടുത്ത് ലൈക്ക് അവളോട് പറയുന്നത് ഈ ഹ്യൂമൻസിന്റെ സഫറിങ്സിനെ കുറിച്ചൊക്കെ പോയി പഠിച്ചിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അവളെ എർത്തിലോട്ട് വിടുകയാണ് ആഗ്നസിനെ, ഡോട്ടറിനെ. പക്ഷേ അവള് ഭയങ്കര പോസിറ്റീവാണ് ഈ ഹ്യൂമൻസിനെ കുറിച്ച്. പക്ഷെ ഗോഡ് എന്ന് പറയുന്നത് അങ്ങനെയല്ല, അവർക്ക് ഇതിനെ സഫറിങ്സ് പറയാൻ മാത്രമേ നേരുള്ളൂ എന്നൊരു കോൺസെപ്റ്റിലാണ് ദൈവം മനുഷ്യരെ കാണുന്നത്. അപ്പം അവൾ അങ്ങനെയൊന്നുമല്ല, അവർ പാവങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് പ്രൂവ് ചെയ്യാൻ പോയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൾ വരുന്നത്. ആൻഡ് അവൾ വരുന്ന സമയത്ത്, അവൾ ഡിസെൻഡ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ഫോർ ഹർ ടു ബ്രീത്ത്. അവളുടെ ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അവൾക്ക് ഡസ്റ്റ് പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ സഫോക്കേറ്റ് ആവുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫാദർ പറയും അത് കുറച്ച് കഴിഞ്ഞാൽ ശരിയായിക്കോളും എന്ന് പറഞ്ഞ് അവൾ എർത്തിലോട്ട് വരുന്നതൊക്കെയാണ് നമ്മൾ ആദ്യം കാണുന്നത്. അങ്ങനെ അവൾ എർത്തിൽ എത്തിയിട്ട് ഒരു ബ്യൂട്ടിഫുൾ ഗേൾ ആയിട്ട് അവൾ ഇൻകാർണേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഒരു ഇവിടെ വന്ന് ആദ്യം വരുന്നപ്പോൾ ആ ഒരു ഓഫീസറിനെ, ഗ്ലേഷ്യറിനെ കാണുന്നുണ്ട്. ആൻഡ് അവിടെ ഒരു വലിയൊരു ബിൽഡിംഗ്, ഒരു കാസലുണ്ട് അവിടെ. ആൻഡ് ഈ കാസലൊക്കെ ബിൽഡ് ചെയ്തിട്ടുള്ളത് എന്താ പറയുക, അവിടെയൊക്കെ ഒരു സർറിയലിസ്റ്റിക് ഇമേജ്. അവിടെ ഒരു ഡങ്കിന്ന് ഫോം ചെയ്ത് വന്നിട്ടുള്ള ഒരു പ്ലാന്റ്, ഒരു ട്രീ പോലത്തെ സംഭവം ഉണ്ട്. അത് അവസാനം ഫ്ലവർ ചെയ്യും, പക്ഷെ ഇപ്പോൾ അത് ഫ്ലവർ ചെയ്യില്ല. അങ്ങനെ ഒരുപാട് സർറിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജും കാര്യങ്ങളൊക്കെ ആ ഒരു കാസിൽ അങ്ങനെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇനി വേറെ ഫെയർ ഹേവൻ, ഫൗൾ സ്ട്രോഡ് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ വരുന്നുണ്ട്. എൻഗിൻസ് കേവ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സാധനങ്ങളുണ്ട്. ഓക്കെ, സോ അവൾ വരുന്ന ആ ഒരു സ്ഥലത്തോട്ട് ഒരു പ്രിസണറുണ്ട്. ആ പ്രിസണറിനെ അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്തിട്ട് ആളുടെ വീട്ടിലോട്ടൊക്കെ പോയി ആളുടെ വീട്ടുകാരെയൊക്കെ കണ്ട് അവിടെ നിന്ന് വന്ന് പിന്നെ അവള് വേറൊരു സ്ഥലത്തോട്ട് എത്തുമ്പോൾ അവിടെ ഈ ദ പ്രിസണർ ഇസ് ദി ഓഫീസർ. ആൻഡ് ആ ഒരു ഓഫീസറിനെയൊക്കെ ലൈക്ക് ഒരുമിച്ചാണ് അവിടെ വേറൊരു സ്ഥലത്തോട്ട് പോകുന്നത്. ആൻഡ് അവിടെ പോകുന്ന സമയത്ത് അവിടെ ഒരു സ്ത്രീ ഉണ്ട്. ആൻഡ് അവരുടെ കയ്യിൽ ഒരു ഷോൾ ഉണ്ട്. അതൊരു ഷോൾ ഓഫ് ബേർഡൻ ആണ്. അപ്പം ആ ഒരു ഷോൾ ഓഫ് ബേർഡനിൽ ഓരോ ആൾക്കാരുടെ ബേർഡൻ വന്ന് പറയും. ആൻഡ് ഇറ്റ് ഇസ് വെരി ഹെവി. അപ്പം അത് ഈ ഡോക്ടർ വാങ്ങിയിട്ട് ഇടുന്നുണ്ട്, ഞാൻ കുറച്ച് നേരം ചെയ്യാം, നീ കുറച്ച് റെസ്റ്റ് എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട്. ആൻഡ് ആ ഒരു ബേർഡൻ എന്താ പറയുക, സഹിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അവിടെ ആ ഒരു എന്താ പറയുക, മാൻ കൈൻഡിനെ സേവ് ചെയ്യാൻ വന്ന ക്രൈസ്റ്റ്, ഫീമെയിൽ ക്രൈസ്റ്റ് ഫിഗർ പോലെ നമുക്കിവിടെ പറയാം, പാരലൽ ടു ദ ലൈഫ് ഓഫ് ജീസസ്, ബിക്കോസ് ഷീ ഈസ് ഗോയിങ് ത്രൂ സഫറിങ് ജസ്റ്റ് ലൈക്ക് ജീസസ് ഡിഡ് ഫോർ ഹ്യൂമൻസ്. അപ്പോൾ അങ്ങനെ ബേർഡൻസ് ഒക്കെ കേൾക്കാൻ ഇരിക്കുന്ന സമയത്ത് അവിടെ ഈ ഒരു നമ്മുടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഓഫീസർ അവിടെ ആളുടെ ലവറായിട്ടുള്ള വിക്ടോറിയനെ കാത്തു നിൽക്കുന്നുണ്ട്. ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ സൈഡ് ലവ് ആണ്. അപ്പോൾ ആൾ കുറേ കാലമായിട്ട് വെയിറ്റ് ചെയ്യുന്നു. പക്ഷേ ഇതുവരെ വിക്ടോറിയനെ ആൾക്ക് കണ്ടിട്ടില്ല, അവളോട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അവിടെ ഡെയിലി പോയിട്ട് അവിടെ വിക്ടോറിയ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ആൾ. ആൻഡ് അവിടെ ഒരു ഡോർ ഉണ്ട്, അതിനകത്തൊരു ക്ലോ ഫിഗർ ഉണ്ട്. അപ്പോൾ ആ ഒരു ഡോർ ഒരിക്കലും തുറക്കാറില്ല. അതിൻ്റെ ഉള്ളിൽ എന്തോ മിസ്റ്റീരിയസ് ആയിട്ടുള്ള സംഭവമാണ്. മേ ബി ഗോഡിൻ്റെ അടുത്ത് എത്താൻ നമ്മുടെ ഈ സഫറിങ്സ് ഒക്കെ മാറുന്ന ഒരു കാര്യമായിരിക്കും എന്നൊക്കെ അവർ വിശ്വസിച്ചു. ബട്ട് സ്റ്റിൽ അവർക്ക് അങ്ങോട്ട് കയറാൻ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തതുകൊണ്ട് ഈ ഓഫീസർ അവസാനം ലോയറിനെ വിളിച്ചിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആൻഡ് ലോയർ വരുന്നു. ഈ ലോയർ വന്നിട്ട് ഇത് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞത് തുറക്കാനുള്ള പെർമിഷനും കാര്യങ്ങളൊക്കെ സെറ്റാക്കാനൊക്കെ നിൽക്കുന്നുണ്ട്. ആൻഡ് അവസാനം തുറന്നപ്പോൾ അതിനകത്തൊന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് അപ്പോൾ അങ്ങനെയാണ് ഈ ലോയർ അവിടെ വരുന്നത്. ലോയറിനെ ഇവൾ കാണുന്നതും. ആൻഡ് അവർ സംസാരിക്കും, ആളുടെ സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ ആൾ പറയും. ലൈക്ക് ആളുടെ ഡോക്ടറേറ്റ് PhD ആൾക്ക് ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റാതെ ഇരുന്നു എന്ന് പറയുന്നുണ്ട്. അവർ സർട്ടിഫിക്കേഷൻ ഒന്നും കൊടുത്തില്ല എന്ന് പറയുന്നുണ്ട്. ആൻഡ് ആള് ഒരു കൈൻഡ് ഓഫ് സിനിക്കൽ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ബിക്കോസ് ആളുടെ ജോബ് അങ്ങനെയാണല്ലോ. അപ്പോൾ ആ ഒരു ലോയർ അതൊരു ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ആ ഒരാളല്ല. ലൈക്ക് ട്രൂത്ത് എന്ന് പറയുന്നത് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണെന്ന് ഇവിടെ കാണുന്നത് അങ്ങനെയാണ്. അതായത് ഈ ലോയർ ആൾക്കാർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ആളല്ലേ, അത് നല്ല ആൾക്കാർക്കും ചെയ്യും, ചീത്ത ആൾക്കാർക്കും ചെയ്യാമല്ലോ. അപ്പം ട്രൂത്തിനെ വളച്ചൊടിക്കാൻ പറ്റും എന്നുള്ളൊരു സംഭവമാണ് ഇവിടെ കാണുന്നത്. ആൻഡ് ഹീസ് എ റാഷണൽ ആൻഡ് എ ലോജിക്കൽ പേഴ്സൺ, ഒരു ലോജിക്കൽ ഫിഗർ ആണ്. ആൻഡ് ആള് ആ ക്ലയൻസിന് വേണ്ടിയിട്ട് ആളുടെ ലോജിക്ക് യൂസ് ചെയ്തിട്ടാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ ആളുടെ ഈ ദുരിതവും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ ആൾക്ക് നല്ലൊരു പെണ്ണിനെ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ആഗ്നസിന് സങ്കടം വന്നിട്ട് ഷീ ഈസ് അഗ്രീയിങ് ടു മാരി ഹിം. ലൈക്ക് അവർ എന്നിട്ട് മാരി ചെയ്യുന്നുണ്ട്. അപ്പോൾ മാരേജ് ചെയ്യാൻ വേണ്ടി ഇവർ പോകുന്നത് ഫിംഗൽസ് കേവ് എന്ന് പറയുന്ന ഒരു പ്ലേസിലോട്ടാണ്. ഈ ഫിംഗൽസ് കേവ് എന്ന് പറയുന്നത് ഒരു സെക്ലൂർഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് വേർ അവിടെ പോയി നമ്മുടെ പ്രാർത്ഥനയും സങ്കടങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് അത് ഇന്ദ്രയ്ക്ക് കേൾക്കാൻ പറ്റും, ഗോഡിന് കേൾക്കാൻ പറ്റില്ല. ഗോഡിൻ്റെ ഒരു കൈൻഡ് ഓഫ് ഇയർ പോലത്തെ ഒരു സംഭവമാണ് ഫിംഗൽസ് കേവ് എന്ന് പറഞ്ഞിട്ട്. അങ്ങോട്ടാണ് ഇവർ പോകുന്നത്. ഓക്കെ, അതവിടെ പോയിട്ടാണ് ഇവർ മാരേജ് ചെയ്യുന്നത്. അപ്പോൾ ആൾ പറയുന്നുണ്ട്, എൻ്റെ കൂടെയുള്ള മാരിഡ് ലൈഫ് എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു സംഭവമല്ല, ഞാൻ പൂവറാണ്, ആ ഒരു ലിവിങ് കണ്ടീഷനിലൊക്കെ ജീവിക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവൾ പറഞ്ഞു ഓക്കെ അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് സെറ്റാക്കാം, ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു കുട്ടി എന്നുള്ള ഒരു സംഭവത്തിൽ അവർ രണ്ടുപേരും ഒന്നായിരിക്കും എന്നൊക്കെയാണ് ആഗ്നസ് വിശ്വസിക്കുന്നത്. ആൻഡ് അങ്ങനെ അവർ കല്യാണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷമായിരിക്കും അവർക്ക് മനസ്സിലാവുക ഇതിങ്ങനെ നല്ല സംഭവമാണ്. ആൻഡ് അവർക്ക് മടുക്കാൻ തുടങ്ങും ആ ഒരു ലൈഫ് എന്ന് പറയുന്നത്, ഒരു ഹ്യൂമൻ ലൈഫിൻ്റെ ഒരു പ്രോബ്ലംസ് അവർ മനസ്സിലാക്കുന്ന അപ്പോഴായിരിക്കും. ആൻഡ് നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു അവർക്ക്
ഡസ്റ്റ് പറ്റില്ല എന്ന്. ഇവരുടെ ഒരു കുഞ്ഞു റൂമാണ്, വാൾപേപ്പറൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്ന ആ ഒരു അവസ്ഥയിലാണ് അവിടുത്തെ റൂമും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അവർക്ക് എപ്പോഴും അവിടെ സഫോക്കേഷൻ ഫീൽ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പിന്നെ അവർ ഫുഡ് കഴിക്കുന്ന കാര്യത്തിലും അവർ വഴക്കും കാര്യങ്ങളൊക്കെയാണ്. ആഗ്നസിന് ഇഷ്ടം ഫിഷ് ആണെങ്കിലും മറ്റേ ലോയറിന് ഇഷ്ടം ക്യാബേജ് ആണ്, അത് ആഗ്നസിന് ഇഷ്ടമല്ല, മറ്റേത് ഫിഷ് ആൾക്ക് ഇഷ്ടമല്ല. അങ്ങനെ രണ്ടുപേരും ഫുഡിൻ്റെ കാര്യത്തിൽ പ്രശ്നമുണ്ട്. ആൻഡ് ദേ ആർ നോട്ട് ഹാപ്പി അറ്റ് ഓൾ. ആൻഡ് അവരുടെ ഒരു സോൾ കണക്ഷൻ എന്ന് പറയുന്നത് ഈ കുട്ടി എന്ന് പറയാൻ വേണ്ടി, കുട്ടി കരയുമ്പോഴൊക്കെ അവർക്ക് രണ്ടുപേർക്കും ദേഷ്യം വരും. ആൾക്ക് ഈ ലോയറിന് ദേഷ്യം വരും, ആൾക്ക് ക്ലയൻസിൻ്റെ അടുത്ത് മര്യാദയ്ക്ക് മീറ്റിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ അവസാനം ആഗ്നസിനെ മടുത്തിട്ട് ആഗ്നസ് ആ ഭർത്താവിനെയും കുട്ടീനെയും അവിടെ ഇട്ടിട്ട് പോവാണ്. ആൻഡ് പോകുന്ന സമയത്ത് അവൾ വീണ്ടും ആ ഒരു ഓഫീസറിനെ കാണുന്നു, ഓഫീസറിനോട് സംസാരിക്കുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ പോയിറ്റ് ഒക്കെ വരുന്നുണ്ട്. ഈ പോയിറ്റ് ഇസ് സംവൺ ഹൂ ഇസ് ദി ഡ്രീമർ. ഇവിടെ ആൾ വിഷണറി ആണ്, ആൾ ഔട്ട്കാസ്റ്റ് ആണ്, ജസ്റ്റ് ലൈക്ക് എവറി പോയിറ്റ്. ഒരു ബിസയർ ബിഹേവിയർ ഒക്കെ ഉള്ള ആളാണ്. ആൻഡ് ആള് ഇടയ്ക്ക് മഡിൽ ബെയ്ത്ത് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഹൈ ലോഫ്റ്റി പോയറ്റിക് തോട്ടിൽ നിന്നൊക്കെ താഴേക്ക് വരാൻ വേണ്ടിയിട്ട് ആൾ മഡിൽ ബെയ്ത്ത് ചെയ്യും. ആൻഡ് ആ ഒരു ചുറ്റുമുള്ള പ്രാണികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ആൾ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ലൈക്ക് ഹീസ് പ്രൊട്ടക്റ്റഡ് ഫ്രം ദിസ് ഫ്ലൈസ്. ആൻഡ് ഒരു സർട്ടൻ ലെവൽ ഓഫ് ഐഡിയലിസം ഉള്ള ആളാണ്. ആൾ വിശ്വസിക്കുന്നത് ഈ ഹ്യൂമൻ സഫറിങ്സിൻ്റെ ഒക്കെ കാരണം എന്ന് പറയുന്നത് ദൈവമാണെന്നാണ് പറയുന്നത്. ആൻഡ് നമ്മൾ ഇതെല്ലാം ഈ സഫറിങ്സും ഡെത്തും അനുഭവിച്ച് കഴിഞ്ഞാലേ നമ്മളൊന്ന് എന്താ പറയുക, നമുക്കൊരു റിഡംഷൻ കിട്ടുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ആൻഡ് ജസ്റ്റ് ലൈക്ക് എ ഡ്രീമർ ഹീസ് ഡിറ്റാച്ച്ഡ് ഫ്രം ലൈഫ്. ആൻഡ് ലൈഫിനെ ആളൊരു വേറെ രീതിയിലാണ് കാണുന്നത്. അപ്പോൾ ഇയാളുടെ ക്യാരക്ടറിലൂടെ നമുക്ക് കാണാൻ പറ്റുന്ന ആർട്ട് ഹാസ് പവർ ടു റിവീൽ ബ്യൂട്ടി ആൻഡ് മീനിങ് ഇൻ ദ വേൾഡ് ആസ് വെൽ ആസ് ദ പെയിൻ ആൻഡ് സഫറിങ്. ഇതെല്ലാം കാണിക്കാനുള്ള ഒരു കഴിവുള്ള സംഭവമാണ് ആർട്ട് എന്നാണ് ഈ ഒരു ക്യാരക്ടറും കൊണ്ട് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ. ആൻഡ് ഇനി ആഗ്നസ് ഇവിടെ ആ ഒരു ഓഫീസറിൻ്റെ കൂടെ പോകുന്ന സമയത്ത് അവർ എന്താ പറയുക ഫെയർ ഹെവൻ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്, വിച്ച് ഇസ് ലൈക്ക് എ ഹെവൻ ലൈക്ക് പ്ലേസ്. പക്ഷെ അവർ എത്തിച്ചെല്ലുന്നത് ഫൗൾ സ്ട്രൈൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്, വിച്ച് ഇസ് എ ടെറിബിൾ പ്ലേസ്, ഒരു ഹെല്ലിനെ റിസംബിൾ ചെയ്യുന്ന ഒരു പ്ലേസ് പോലെയാണ്. അവിടുന്ന് പിന്നെ ആഗ്നസ് ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നുപോയി തിരിച്ച് ലോയറിൻ്റെ അടുത്ത് തന്നെ പോയി. അങ്ങനെ അയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ കുറച്ച് വർക്കേഴ്സിനെ കാണുന്നുണ്ട്. ഈ വർക്കേഴ്സ് അവരുടെ സഫറിങ്സിനെ കുറിച്ചാണ് പറയുന്നത്. ആൻഡ് അത് കണ്ടപ്പോൾ ആഗ്നസിന് തോന്നി മതിയായി, ലൈക്ക് മെൻ ആർ ടു ബി പിറ്റീഡ് എന്ന് അവർക്ക് മനസ്സിലായി. അവർ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു ഫ്രേസ് ആയിരുന്നു മെൻ ആർ ടു ബി പിറ്റീഡ്. ആൻഡ് അങ്ങനെ അവർ ഈ ഒരു വേൾഡിൽ നിന്ന് തിരിച്ച് അവരുടെ സ്ഥലത്തോട്ട് പോവുകയാണ്. ആൻഡ് പോകുന്ന സമയത്ത് അവിടെ അവരുടെ ഷൂ ഒക്കെ അവർ ബേൺ ചെയ്തിട്ടാണ് പോകുന്നത്. ഈ ഷൂ ബേൺ ചെയ്യണമെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ ഹ്യൂമൻ ലൈഫിന് അവർ വേണ്ടെന്ന് വെക്കുന്നു എന്നാണ്. ആൻഡ് അങ്ങനെ ഷൂവിനെ ബേൺ ചെയ്ത് പോകുമ്പോൾ ആൾക്കാരൊക്കെ പോകണ്ടെന്ന് പറഞ്ഞാൽ കരയുന്ന പോലെയൊക്കെ നമുക്ക് കാണാം. ആൻഡ് അവസാനം അവർ തിരിച്ച് അങ്ങോട്ട് ഹെവനിലോട്ട് പോകുന്നു, അതാണ് കാണുന്നത്. ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഡങ്ങിൽ ഒരു ഫ്ലവർ ഉണ്ടായിരുന്നു, ലൈക്ക് ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു എന്ന്. ആ പ്ലാന്റ് അവിടെ വിരിഞ്ഞ് ഒരു ഫുൾ ഒരു ബ്ലൂം ഒരു ഫ്ലവർ ആയിട്ട് മാറി. മേ ബി അതൊരു ഹോപ്പായിരിക്കാം, എല്ലാം നന്നായിട്ട് നടക്കുമെന്ന് പറയുന്ന ഒരു ഹോപ്പായിരിക്കാം. പിന്നെ ഒരു കാസിൽ ഉണ്ടായിരുന്നു പറഞ്ഞില്ല, ആ കാസിൽ അവിടെ ബേൺ ചെയ്ത് കത്തി നശിക്കുന്നത് നമുക്കവിടെ കാണാൻ പറ്റും. വൺ മോർ തിങ്, പോകുന്നതിന് മുന്നേ ആഗ്നസ് ഈ ഒരു വേൾഡിന്റെ സീക്രറ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ ആ ഒരു റിഡിൽ ഓഫ് ദ ഫോൾ ഓഫ് ഹെവൻ ഇൻ ടു സിൻ, എങ്ങനെയാണ് ഹെവൻ സിന്നിലോട്ട് ഫോൾ ആയത് എന്ന് പറയുന്ന ആ ഒരു സംഭവം പോയിന്റിന് പറഞ്ഞു കൊടുത്തിട്ടാണ് ആഗ്നസ് ഇവിടുന്ന് പോകുന്നത്. ദെൻ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നമുക്കിവിടെ പറയാനുള്ളത് ആഗ്നസിൻ്റെ ആ ഒരു സഫോക്കേഷൻ, അത് അവർ ഡിസെൻഡ് ചെയ്യുന്ന സമയത്ത് വിച്ച് ഇൻഡിക്കേറ്റ്സ് ബോത്ത് എ ഫിസിക്കൽ ആൻഡ് മെറ്റഫോറിക്കൽ പൊല്യൂഷൻ റിസൾട്ടിങ് ഫ്രം ദി ക്യാപിറ്റലിസ്റ്റ് മോഡേണൈസിങ് വേൾഡ്. അപ്പോൾ ആ ഒരു അവരുടെ ആ ഒരു സഫോക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ക്യാപിറ്റലൈസിങ് മോഡേണൈസിങ് ആയിട്ടുള്ള ഒരു വേൾഡിൽ ഉള്ള ഒരു പൊല്യൂഷനെയാണ് അത് എന്താ പറയുക ഫോർഷാഡോ ചെയ്യുന്നത് നമുക്ക് പറയാം. ആൻഡ് ആ ഒരു മാരേജിലുള്ള ഒരു സഫോക്കേഷനെയും ഫോർഷാഡോ ചെയ്യുന്ന ഒരു സംഭവമാണെന്ന് നമുക്ക് പറയാം. ആൻഡ് ഇതിനകത്തുള്ള ആ ഒരു 3 men ഉണ്ടല്ലോ, നമ്മൾ മെയിനായിട്ട് പറഞ്ഞ 3 men, അവരും ഈ ഒരു നമ്മുടെ റൈറ്ററെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്ത് പറയാമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ വെയിറ്റിംഗ് ഫോർ ലൈക്ക് ഈ സ്ട്രിൻബർഗിനും ഒരുപാട് റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്, പലവട്ടം മാരേജ് ചെയ്തിട്ടുണ്ട്, അവിടെയൊക്കെ ഓരോ പ്രശ്നങ്ങളും ആൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കമ്പാനിയൻഷിപ്പിനെ സെർച്ച് ചെയ്യുന്ന ആ ഒരു ഓഫീസറിനെ പോലെയും ആ ഒരു മാരേജിൽ പ്രശ്നമുള്ള ലോയറിനെ പോലെയും ആർട്ട് എന്ന് പറയുന്ന ലൈക്ക് ആൾ പ്രയറായിട്ടാണല്ലോ, അപ്പോൾ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇവിടെ പോയിട്ടിൻ്റെയും കൂടെ അപ്പോൾ നമുക്ക് ആളെ ഇവിടെ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ എലമെന്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ദ 3 men എന്ന് പറയുന്നത് 3 അപ്രോച്ചസ് ടു ലൈഫാണ്. അപ്പോൾ നമുക്ക് ഓദറിനുള്ള ഒരു റെഫറൻസ് എന്ന് നമുക്ക് പറയാം. ആൻഡ് പിന്നെ ഏറ്റവും ക്ലോസർ ആയിട്ടുള്ളത് ഓഫീസർ ആണെന്നും പറയുന്നുണ്ട് കേട്ടോ. ദെൻ ആ ഒരു ഈസ്റ്റേൺ ബിലീഫ് പ്ലസ് ക്രിസ്ത്യൻ ബിലീഫിനെ മേർജ് ചെയ്തൊരു സംഭവം കാണാൻ പറ്റും. ദ വേർഡ് ദാറ്റ് വി ലിവ്സ് എന്ന് പറയുന്നത് ഒരു ഫുൾ ഓഫ് സഫറിംഗ് ഉള്ള ഒരു സംഭവമാണ്. അതായത് ആഡം ആൻഡ് ഈവിന്റെ സിന്നിന് ശേഷം അവിടെ വന്ന ഒരു സഫറിംഗ്, ക്രൈസ്റ്റ് ഇവിടെ സാക്രിഫൈസ് ചെയ്യുന്ന പോലെ അവിടെ റെഡീം ചെയ്യാൻ വന്നതുപോലെ ആഗ്നസ് ഇവിടെ റെഡീം ചെയ്യാൻ വരുന്നു. ആൻഡ് ആഗ്നസ് എന്ന് പറയുന്ന നെയിം എന്ന് പറയുന്നത് തന്നെ ക്രിസ്ത്യാനിറ്റിനെ അലൂഡ് ചെയ്യുന്ന ഒരു സംഭവമാണ്. മിത്തോളജിക്കൽ ആയിട്ടുള്ള സെയിന്റ് ആഗ്നസ് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ഈ ആഗ്നസ് എന്ന മീനിങ് വരുന്നത് ലാംബ് ഓഫ് ഗോഡ് എന്ന മീനിങ് വേർഡാണ്. ഈ ലാംബ് ഓഫ് ഗോഡ് ആരാണ്? ക്രൈസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫീമെയിൽ ക്രൈസ്റ്റ് ആണ്
ആഗ്നസ് എന്ന് നമുക്ക് അതിനെ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇതിനകത്തൊരു 40 ക്യാരക്ടറിനെങ്കിലും ആഗ്നസ് മീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഫ്രേസ് ഫ്രം ദിസ് പ്ലേ എന്ന് പറയുന്നത് ലൈഫ് ഇസ് ഈവിൾ, മെൻ ആർ ടു ബി പിറ്റീഡ് എന്നാണ്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് പറയും. ആൻഡ് അവർ പ്രേ ചെയ്യുന്നുണ്ട്, എവർ ലാസ്റ്റിംഗ് വൺ ഹിയർ ദം, ലൈഫ് ഇസ് ഇവിൽ, മെൻ ആർ ടു ബി പിറ്റീഡ് എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് നമുക്ക് ഒരു എക്സ്പ്രഷനിസ്റ്റിക് എലമെന്റ്സ് ഇതിനകത്ത് വരുന്നത് അൺറിയലിസ്റ്റിക് ലൈറ്റിംഗ് യൂസ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം നമുക്ക് ഈ പ്ലേ തുടങ്ങുന്ന സമയത്ത് ആ ഒരു ഡിസെന്റിന് മുന്നേ അവിടെ ഒരു സെലസ്റ്റിയൽ ലൈറ്റ് ഒക്കെ കാണാൻ പറ്റും. കോൺസ്റ്റലേഷൻസ് ഓഫ് ലിയോ, വിർഗോ ആൻഡ് ലിബ്ര, ഈ സംഭവങ്ങളൊക്കെ നമുക്ക് അവിടെ ആ ഒരു ബ്രൈറ്റ് ലൈറ്റിംഗ് കൂടെ കാണാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. പ്ലാനറ്റ് ജൂപ്പിറ്റർ അവിടെ സ്ട്രോങ് ലൈറ്റ് അവിടെ ഷൈൻ ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. സോ അതൊക്കെ ഒരു ബിസാർ എക്സ്പ്രഷനിസ്റ്റിക് അറ്റ്മോസ്ഫിയർ ആണ് കാണിക്കുന്നത്. ജസ്റ്റ് ലൈക്ക് എങ്ങനെയാണ് ഒരു ഡ്രീം ഫ്രാഗ്മെന്റഡ് ആയിരിക്കുന്നത്, അതേപോലെയാണ് ഈ പ്ലേയും ഫ്രാഗ്മെന്റഡ് ആയിട്ടാണുള്ളത് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഇല്യൂഷൻ വേഴ്സസ് റിയാലിറ്റി നമുക്ക് പറയുന്നത് മേ ബി ഇതെല്ലാം ആഗ്നസിന്റെ ഒരു ഡ്രീം ആണെങ്കിലോ, ലൈക്ക് ഈ ഒരു ലിവിങ് എക്സ്പീരിയൻസ് ഓഫ് ആഗ്നസ് ഇൻ എ ഡ്രീം ആണെങ്കിലോ എന്ന് നമുക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയൊന്നും പറഞ്ഞില്ല, ഇത് ഏതാണെന്നും പറഞ്ഞില്ലല്ലോ. സോ വി ക്യാൻ ഇന്റർപ്രറ്റ് ഇൻ മെനി വേസ്. അപ്പം ഡ്രീം എന്നൊരു കോണ്ടെക്സ്റ്റ് ലിവിങ് എക്സ്പീരിയൻസ്. അപ്പം അതുകൊണ്ട് അവിടെ ആ ഒരു ഡ്രീം അല്ലെങ്കിൽ ഇല്യൂഷൻ വേഴ്സസ് റിയാലിറ്റി എന്ന് പറയുന്ന സംഭവം, ആ ഒരു ബ്ലഡ് ലൈൻ ഓഫ് ഇല്യൂഷൻ വേഴ്സസ് റിയാലിറ്റി അവിടെ കാണാം എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ലൈഫ് ഇസ് ലൈക്ക് എ ഡ്രീം എന്ന് പറയുന്ന സംഭവമാണ് ഈ ഡ്രീം പ്ലേയിൽ കാണിക്കുന്നത്. അപ്പം നമ്മൾ ഫ്രഞ്ച് ഒരു റെവറി എന്ന് പറയുന്ന സംഭവത്തിൽ പറഞ്ഞല്ലോ, ഡേ ഡ്രീം. അപ്പോൾ ലൈഫ് ഇസ് ലൈക്ക് എ ഡ്രീം എന്നുള്ളൊരു ഇതിലും നമുക്ക് അതിനെ കാണാൻ പറ്റും. പിന്നെ ഈ ഫെയർ ഹേവൻ, ഫൗൾസ്ട്രാഡ്, ഫിംഗൽസ് കേവ്, ഇങ്ങനത്തെ അല്ലെങ്കിൽ ആ ഒരു മറ്റേ ഡങ് എന്ന് വരുന്ന ആ ഒരു ഫ്ലവർ, ഒരു ക്രിസാന്തിയം ഫ്ലവർ, ഇതെല്ലാം അവിടെ എന്താണ് ഒരു സർറിയലിസ്റ്റിക് ഇമേജ് ആണ് കാണിക്കുന്നത്. കാസിൽ ഇങ്ങനെ ഒരു ഫ്ലോട്ട് ലൈക്ക് ബേൺ ചെയ്യുന്ന ഒരു കാസിലും കാര്യങ്ങളൊക്കെ വരുന്നത്. മാർട്ടിൻ ലാം എന്ന് പറയുന്ന ഒരാൾ പറയുന്നുണ്ട്, ഡ്രീം, റിയാലിറ്റി, ഫിക്ഷൻ. In fact, for Strindberg, these 3 words denote one and the same thing. അപ്പോൾ ഈ ഒരു സ്ട്രിൻബർഗിന് ഡ്രീം, റിയാലിറ്റി, ഫിക്ഷൻ എന്ന് പറയുന്ന ഈ 3 വാക്കുകളൊക്കെ ഒരേ സാധനമാണ്, വൺ ആൻഡ് ദ സെയിം തിങ് ആണെന്നാണ് ആ ഒരു ക്രിട്ടീക്ക് പറയുന്നത്. പിന്നെ ഡോക്ടർ ലോൺ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ ലൈഫ് ഇസ് എ ഡ്രീം, ഡ്രീം ഇസ് ലൈഫ്. ആളത് പറഞ്ഞിട്ടുള്ളത് ലൈഫ് ഇസ് എ ഡ്രീം ഇസ് ലൈഫ് എന്നായിരുന്നു. അപ്പോൾ ലൈഫ് എന്ന് പറയുന്ന ഡ്രീമാണ്, ഡ്രീം എന്ന് പറയുന്ന ലൈഫാണെന്നാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. അപ്പോൾ ആ ഒരു ഐഡിയോളജി നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ലൈഫ് ഇസ് എ ഡ്രീം ഇസ് ലൈഫ്. പിന്നെ നമുക്ക് ഇതിനകത്തൊരു ഓട്ടോബയോഗ്രഫിക്കൽ എലമെന്റ് ഉണ്ടെന്ന് പറയാൻ പറ്റുമെന്ന് പറഞ്ഞായിരുന്നു. ബിക്കോസ് ആളുടെ ലൈഫിന് ആളുടെ പേഴ്സണൽ ന്യൂറോസിസ് അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ വന്ന സമയത്താണ് ആൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. ആ സൈക്കോളജിക്കൽ ഇഷ്യൂവിന് ആൾ ഇൻഫേർണോ ക്രൈസിസ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഫെയിൽഡ് മാരേജസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എക്സ്പീരിയൻസ് ഓഫ് ഒക്കൾട്ട് ഇൻ ഫ്രാൻസ് അതുകൊണ്ടൊക്കെ ഉണ്ടായ ഒരു സംഭവം കൊണ്ടാണ് ആളിനെ ചൈൽഡ് ഓഫ് മൈ ഗ്രേറ്റസ്റ്റ് പെയിൻ എന്ന് വിളിക്കുന്നത്. യെസ്, ഓട്ടോബയോഗ്രഫിക്കൽ അല്ലെങ്കിൽ സെമി ഓട്ടോബയോഗ്രഫിക്കൽ ആണ് എന്ന് പറയാൻ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഓഫീസർ, ആളാണ് കൂടുതൽ റിലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലോയർ, പോയറ്റ് എന്ന് പറയുന്ന ഈ 3 മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ആളെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു അൺസെറ്റിൽഡ് മാരേജ് ലൈഫ് ആൾക്കുണ്ടായിരുന്നു. അതന്നെയാണ് ഇവിടെ ആ ഒരു ലോയറിനും ഉണ്ടാവുന്നത്, ലോയറിനും ആൻഡ് ഡോട്ടറിനും. അപ്പം ആളുടെ ഒരു ട്രബിൾഡ് മാരേജ് ലൈഫിനെയാണ് അവിടെ കാണിക്കുന്നത്. ആൾക്ക് 3 വൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 3 മാരേജിലും ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം ആൾ അങ്ങനെ ഒരു എഴുതിയിട്ടുണ്ടാവുക എന്ന് പറയുന്നുണ്ട്. ആൻഡ് പിന്നെ നമുക്ക് അബ്സർഡിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്ന സംഭവത്തിനെ കാണുന്നത്, അല്ലെങ്കിൽ ആ ഒരു വാനിറ്റി ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നതൊക്കെ ആ ഒരു ഓഫീസറും മാസ്റ്റർ ഓഫ് ക്വാറന്റൈനും തമ്മിൽ സംസാരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവിടെ പോയിട്ടും അവിടെ 3 പേരും കൂടെ പോയിട്ടും മാസ്റ്റർ ഓഫ് ക്വാറന്റൈനും ഓഫീസറും അവർ സംസാരിക്കുന്ന സമയത്ത് മെന്നിന്റെ ക്രിയേഷനാണ് ഏറ്റവും ലുഡിക്രസ് ആയിട്ടുള്ള സംഭവം എന്ന് അവർ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ പോയിട്ട് മെന്നിന്റെ ക്രിയേഷനെ റിഡിക്കിൾ ചെയ്യുന്നത് ക്ലേ എന്നാണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടാണ്. ഹീ സ്കെപ്റ്റിക്കൽ. ആ ഒരു ഹ്യൂമൻ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് കമന്റബിൾ ആയിട്ടുള്ള ഒരു സംഭവം അല്ല. ക്ലേ എന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ് ഒരു സ്കൾച്ചർ പോലെ യൂട്ടൻസിൽസ്, പോട്ടും പ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെയാണ് നമ്മളെ കൊണ്ടുവന്നിട്ടുള്ളത് എന്നൊക്കെയാണ് ആൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു സബ്സ്റ്റാൻഡേർഡ് ബേസ് യൂസ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ എക്സിസ്റ്റൻസ് ഇങ്ങനെ ഫ്ലോ ആയിട്ട് ഇരിക്കുന്നത് എന്നാണ് പോയിട്ട് പറയുന്നത്. ആൻഡ് ഈ ഒരു പ്ലേ എന്ന് പറയുന്നത് നമുക്കൊരു സ്ക്രിപ്റ്റഡ് ഡ്രീം ആണെന്ന് പറയാം. ഒരു കൈൻഡ് ഓഫ് സ്ക്രിപ്റ്റഡ് ഡ്രീം ആണ് ഈ പ്ലേ എന്ന് നമുക്ക് പറയാമെന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് കാണാമല്ലോ ഈ ലോയർ, പിന്നെ ആഗ്നസ് അല്ലെങ്കിൽ ഡോട്ടർ കല്യാണം കഴിച്ച് അവരുടെ ഒരു ലൈഫ്, ആ ഒരു കൺസംഷൻ, ദ ബർത്ത് ഓഫ് ദി ചൈൽഡ്, ഇതെല്ലാം ആ ഒരു ഫ്രൂയിഡിയൻ ഐഡിയ ഓഫ് ഫുൾഫിൽമെന്റ് ഓഫ് റിപ്രസ്ഡ് വിഷ് ആണെന്നാണ് കാണിക്കുന്നത്. അതായത് സ്ട്രിൻബർഗിന്റെ മാരേജൊക്കെ നേരെ അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. സോ ആളുടെ ഒരു റിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു വിഷിനെ എന്താ പറയുക പോർട്രേ ചെയ്യുന്ന ഒരു സംഭവമായിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റും. ഒരു കൈൻഡ് ഓഫ് സ്ക്രിപ്റ്റഡ് ഡ്രീം ആണ് ഇത് എന്ന് നമുക്ക് പറയാം. ആൻഡ് പിന്നെ ക്യാരക്ടേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഡോക്ടർ, ലോയർ, ഓഫീസർ, പോയിറ്റ്, അങ്ങനത്തെ എന്താ പറയുക ഒരു ഇൻഡിവിജ്വൽ റെക്കഗ്നീഷൻ ഇല്ലാതെയാണ് അവിടെ കൊടുക്കുന്നത്. ഈവൻ ഗോഡ് ഇന്ദ്രേനെ അവിടെ റെഫർ ചെയ്യുന്നത് ദ വോയിസ് എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രൊലോഗിലൊക്കെ. പിന്നെ നെയിമുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്, ക്രിസ്റ്റീൻ, ലീന, എഡിത്ത്, ആലിസ്, വിക്ടോറിയ എന്നൊക്കെ പറയുന്ന നെയിം ഉള്ളതുണ്ട്, ഇല്ലായ്മയൊന്നുമില്ല. ആൻഡ് ഓഫീസറിന്റെ നെയിം ഒരു വട്ടം മെൻഷൻ ചെയ്യുന്നുണ്ട്, ആൽഫ്രെഡ് എന്ന് പറഞ്ഞിട്ട് ആളുടെ മദർ ആളോട് സംസാരിക്കുന്ന സമയത്ത്. സോ ഇതാണ് ആ ഒരു ടൈപ്പിഫിക്കേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ആൻഡ്
ദൈവം ആദ്യം പറയുന്നുണ്ടായിരുന്നല്ലോ, ദ മദർ ടങ് ഓഫ് മെൻ എന്ന് പറയുന്നത് കംപ്ലൈന്റ് ആണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് അല്ല എന്ന് പറഞ്ഞിട്ട് അത് റെഫ്യൂട്ട് ചെയ്തിട്ടാണ് ആഗ്നസ് ഇങ്ങോട്ട് ഡിസെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അങ്ങോട്ട് തിരിച്ചു പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഹ്യൂമൻ സഫറിങ്ങിനെ കുറിച്ച് എന്തായാലും ഞാൻ ആ ഒരു ഗോഡിനോട് പറഞ്ഞ് സോൾവ് ചെയ്യാൻ ശ്രമിക്കും എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിനൊരു പോസിബിൾ ഇന്റർപ്രിട്ടേഷൻ കൊടുക്കാൻ പറ്റുന്നത് ഡോട്ടർ ഒരു ഡ്രീമറാണ്, അവരുടെ ഡ്രീമാണ് ഓഡിയൻസ് ഫോളോ ചെയ്യുന്നത്. ഒരു 3 പാർട്ടുണ്ട്. ഹെർ ഡിസെൻറ്റ്, അതായത് നമ്മൾ ഉറക്കത്തിലോട്ട് പോകുന്നത്, ലൈഫ് ഓൺ എർത്ത് നമ്മൾ ഉറക്കത്തിൽ നിൽക്കുന്നത്, ആൻഡ് അസെൻഡ് ടു ഹെവൻ ഉറക്കത്തിൽ നിന്ന് നീക്കുന്നത്. 3 സ്റ്റേജസ് ഓഫ് ഡ്രീം എന്ന് നമുക്ക് പറയാം. ഫോളിങ് അസ്ലീപ്, ഡ്രീമിങ്, വേക്കിംഗ് അപ്പ്. ഓക്കെ, അപ്പം ജസ്റ്റ് ആസ് നേച്ചർ ഓഫ് ട്രൂത്ത് ആൻഡ് റിയാലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഫ്ലക്സ് ആണ് ഇൻ എ ഡ്രീം അല്ലേ. അതെപ്പോഴും റിയാലിറ്റിയും ട്രൂത്തും കറക്റ്റ് ആയിരിക്കും അല്ല, ഫ്ലക്സ് ആയിരിക്കും അതുണ്ടാവുക ഡ്രീമിൽ. അതേപോലെയാണ് ഈ ഒരു ലൈഫ് ഓൺ എർത്ത് ആ ഡോട്ടറിന് ഉണ്ടായിരുന്നത്. വിച്ച് പോയിന്റ്സ് ദ സെൻട്രൽ ഐഡിയ ഓഫ് ദ പ്ലേ, ദാറ്റ് ഇസ് റിയാലിറ്റി ഇസ് ഡ്രീം ലൈക്ക്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ടോപ്പിക്. എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. Till then, bye from Lost in Literature. Stay safe everyone.